ചിത്രം വടതരോർമൂലേ വൃദ്ധഃ ശിഷ്യഃ ഗുരുർയുവാഃ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യസ്തു ചിഹ്ന സംശയഃ എന്നാണ്. വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ യുവാവായ ഗുരു ഇരിക്കുന്നു. ശിഷ്യന്മാർ വൃദ്ധന്മാരാണ്. യുവാവാണ് ഗുരു. പരമശിവന്റെ, ദക്ഷിണാമൂർത്തിയായ പരമശിവന്റെ ഒരു ചിത്രമാണ് ശങ്കരാചാര്യർ നമുക്ക് വരച്ച് കാട്ടിത്തരുന്നത്. ഇപ്പം ശങ്കരാചാര്യരുടെ പാരമ്പര്യം മനസ്സിലാക്കുമ്പോൾ യോഗയിലൂടെ, ധ്യാനത്തിലൂടെ ഈശ്വരന്റെ ചൈതന്യം തന്നിലേക്ക് ആവാഹിച്ച് ഈശ്വരന് തുല്യമായ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു പ്രക്രിയയായിരുന്നു ഈ സമാധി. യോഗീശ്വരൻ എന്ന് തന്നെ പറയാം. ഇപ്പം യോഗീശ്വരൻ എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ വാക്കുകളുടെ അനുസരിച്ച് ഈ സംസ്കൃതിയിൽ നമുക്ക് പറയുന്നത് യോഗീശ്വരൻ എന്താണെന്ന് ചോദിച്ചാൽ, യോഗയിലൂടെ, ധ്യാനത്തിലൂടെ ഈശ്വരന് തുല്യമായ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ആളിനെയാണ് യോഗീശ്വരനെന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഭഗവാൻ പരമശിവന്റെ കുട്ടികളെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ആ യോഗീശ്വരന് തുല്യമായ, ഈശ്വരന് തുല്യമായ ഒരവസ്ഥ, ആ ഈശ്വരന് തുല്യമായ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു സന്യാസി ആരായിരിക്കണം? സമ്യക്കായി ന്യാസം ചെയ്ത് പഞ്ചഭൂതങ്ങളെയെല്ലാം ഉള്ളിൽ അടക്കി ഈശ്വരന്റെ ആ നേർവഴി എന്താണെന്ന് കണ്ടെത്തുന്ന യോഗികളിൽ വെച്ച് ഈശ്വരനായിട്ടുള്ളവനാണ് യോഗീശ്വരൻ. അങ്ങനെയുള്ള യോഗീശ്വരന്മാർ പഴയ കാലത്ത് പറയുമ്പോൾ രാമായണത്തിൽ പോലും ഒരു സംശയം നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്. 10,000 വർഷക്കാലം തപസ്സനുഷ്ഠിച്ച അനസൂയ, അത്രി മഹർഷിയുടെ ഭാര്യയായ അനസൂയയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അനസൂയ എന്ന് പറയുമ്പോൾ 10,000 വർഷക്കാലം ഇങ്ങനെ അവർ ജീവിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആമയെക്കുറിച്ചെടുത്താൽ ആമ 2 മണിക്കൂർ ഇടപെടുമ്പോഴാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ജീവാത്മാവിനെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് 2 വർഷമോ 3 വർഷമോ കൂടുമ്പോൾ മാത്രമേ ഒന്ന് ജീവൻ ശ്വാസം എടുക്കാറുള്ളൂ. അങ്ങനെയുള്ള യോഗികൾ ഇപ്പോഴും ഹിമാലയത്തിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? സമാധി. അപ്പം യോഗയിലൂടെ, ധ്യാനത്തിലൂടെ തൻ്റെ ആത്മാവിനെ കണ്ണുകളിലൂടെ, ആ ജീവാത്മാവിനെ കണ്ണുകളിലൂടെ വിട്ട് താനിതാ ഇന്ന ദിവസം ഇത്രാം തീയതി ഞാൻ സമാധിയാകുമെന്ന് പറഞ്ഞിരുന്ന എത്രയോ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഉദാഹരണത്തിന് അയ്യാഗുരുസ്വാമികൾ, തെക്കാട് അയ്യാഗുരുസ്വാമികൾ ഘടയോഗയുടെ വളരെയേറെ ശക്തമായ രീതിയിൽ അതെന്താണ്, ഏത് രീതിയിലാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ 2 ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും. അവർ മരുത്വാമലയിലെ ചെന്ന് ധ്യാനമിരുന്ന് തൻ്റെ ആ യോഗവിദ്യയിലൂടെ, ധ്യാനത്തിലൂടെ, ഇപ്പം മെഡിറ്റേഷൻ എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ പറയും മെഡിറ്റേഷൻ, ആ ധ്യാനത്തിലൂടെ എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാട്ടിത്തരുന്ന ആ ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതചര്യകളെക്കുറിച്ച് ഋഷീശ്വരന്മാർ കാട്ടിത്തന്ന ഋഷിപ്രോക്തമായ ഭാരതം, ആ ഋഷിപ്രോക്തമായ ഭാരതത്തിൽ നമുക്ക് കാട്ടിത്തന്ന എത്രയോ ഋഷീശ്വരന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർ സമാധി അടയുക എന്ന് പറയുമ്പോൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ അടയും, അത് എല്ലാവരെയും അറിയിക്കും. എല്ലാവരെയും അറിയിച്ച് ആ ധ്യാന സമയത്ത് എല്ലാവരും കാണയായിരിക്കണം അവരുടെ ജീവാത്മാവിനെ ബഹിർഗമിക്കുന്നത്. ആ ജീവാത്മാവ് ബഹിർഗമിച്ച് അവർ സമാധിയായിട്ടിരുന്ന് മറ്റുള്ളവരെ അനുഗ്രഹിക്കത്തക്ക രീതിയിൽ, സമാധി ശിവന്മാർ, സമാധിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ അടക്കം ചെയ്യുന്നതിന് മുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കാറുണ്ട്. ആ ശിവലിംഗം പ്രതിഷ്ഠിക്കുമ്പോൾ അത് സമാധി ശിവനാണ്. ആ സമാധി ശിവനെ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരു പ്രത്യേക ഉണർവുണ്ടാകുന്ന രീതിയിലാണ് സമാധി വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ, ആ ഭൗതിക ശരീരം ആ കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ ഭസ്മം, കർപ്പൂരം, ചന്ദനം എന്നുവേണ്ട ആയുർവേദം അടങ്ങിയ എല്ലാ വസ്തുക്കളും
അദ്ദേഹത്തിലേക്ക് സമർപ്പിച്ചിട്ട് ആ സമർപ്പണത്തിലൂടെയാണ് പിന്നീട് ആ ശരീരത്തെ മറവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ മറവ് ചെയ്യുന്ന ഭാഗത്ത് പിന്നീട് ശിവപ്രതിഷ്ഠ നടത്തി ശിവനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പരമശിവന്റെ കുട്ടികളാണ് ഇവരെന്ന്. അങ്ങനെയുള്ള ഈശ്വരനിലൂടെ തന്റെ ജീവാത്മാവിനെ സ്വാംശീകരിച്ചു മാറ്റി ഈശ്വര ചൈതന്യമാക്കി മാറ്റി ഈശ്വരനിലേക്ക് പ്രവേശിപ്പിച്ച് പോകുന്ന ആ ഋഷീശ്വരന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇവിടെ എന്താണ് ഹിന്ദുയിസം എന്താണ്? ഹിന്ദു എന്ന് പറയുന്നത് വാക്കല്ല, ഒരു ജാതിയല്ല, അതൊരു സംസ്കൃതിയാണ്, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ താൻ ഭാരതത്തിലെ ഒരു പുൽച്ചെടിയായിട്ടെങ്കിലും ജനിക്കണമെന്ന് എത്രയോ വിദേശീയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? അത്രത്തോളം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ചിന്തിക്കുമ്പോൾ ഈ ഭാരതീയ സംസ്കാരം പ്രകൃതിയും മനുഷ്യനും ഈശ്വര ചൈതന്യവും ഏകീകരിച്ചു സമ്മേളിക്കുന്ന ഒരു ജീവിതത്തിൽ എത്തിച്ചേരുന്ന പൂർണ്ണമായി തീരുന്ന ആ അനുഭൂതി വിശേഷത്തെയാണ് ഇവിടെ നമ്മൾ സമാധിയായിട്ട് ഉൾക്കൊള്ളേണ്ടത്. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, പ്രകൃതി പുരുഷ സമ്മേളനം എന്താണെന്ന് മനസ്സിലാക്കി ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന ആ ഒരു വേളയാണ് സമാധി. ആ സമാധി എന്ന് പറയുമ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ല. ഭൗതികമായിട്ട് പറയുമ്പോൾ അത് കുട്ടിക്കാലം മുതൽ നമ്മൾ ആചരിച്ചു വരുന്ന ഒരു ധ്യാനത്തിലൂടെ, ഒരു യോഗവിദ്യയിലൂടെ ആചരിച്ചു വരുന്ന ആ അനുഷ്ഠാന കർമ്മം വളർന്ന് ഈശ്വരനിലേക്ക് ലയിക്കുമ്പോൾ തന്റെ സമയം അടുത്തിരിക്കുന്നു, താൻ പോകേണ്ട സമയമാകുന്നു എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞിട്ട് ആ ശിഷ്യഗണങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നു. ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സമയത്ത് നമ്മുടെ യോഗീശ്വരൻ സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാ ജനങ്ങളും കാണുക. കുമ്പളത്ത് ശങ്കുപിള്ള സാറാണ് ശരിക്കും പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെ ഭൗതിക ശരീരത്തെ സമാധിയാക്കാൻ സാക്ഷിയായിട്ട് നിന്നത്. അപ്പൊ എത്രയോ ആൾക്കാർ ആ ഗ്രാമത്തിലെ എല്ലാവരും ചേർന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ വർക്കലയിൽ അദ്ദേഹത്തെ സമാധിയാകുന്ന സമയത്ത് എത്രയോ ജനങ്ങളെ സാക്ഷി നിർത്തിയാണ് ആ സമാധി അടഞ്ഞത്. അങ്ങനെയുള്ള യോഗീശ്വരന്മാർ, ഈശ്വരന് തുല്യമായിട്ടുള്ള അവരെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. പഴയ കാലത്ത് എല്ലാ ഭവനങ്ങളിലും ഈശ്വരന് തുല്യമായ ജീവിതം നയിച്ചിരുന്ന കാരണവന്മാരുണ്ടായിരുന്നു. ആ കാരണവന്മാരെയാണ് നമ്മൾ യോഗീശ്വരനായിട്ട് സങ്കല്പിച്ച് അദ്ദേഹത്തിന് ചൂരൽ വടിയും മെതിയടിയും എല്ലാം വെച്ച് രുദ്രാക്ഷമൊക്കെ വെച്ച് ഭസ്മത്തിന്റെ ഒരു കിറ്റ്, ഭസ്മം ഒരു സഞ്ചിക്കകത്ത് നിറച്ച് അദ്ദേഹത്തെ സങ്കല്പിച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ വല്ലതും വരികയാണെങ്കിൽ എൻ്റെ യോഗീശ്വര ഭഗവാനെ എന്നും മനസ്സിൽ ധ്യാനിച്ച് ആ കുട്ടികൾക്കൊരു ഭസ്മമിടുമ്പോൾ ആ കുട്ടികളുടെ ആ ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം മോസ്റ്റ് മോഡേൺ ടെക്നോളജി യുഗമാകുമ്പോൾ എന്ത് സമാധി, എന്ത് യോഗ, എന്ത് ധ്യാനം എന്ന് പറഞ്ഞിട്ട് പുതിയ തലമുറ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ അവരോട് നമുക്ക് മല്ലടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ സംസ്കൃതിയിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പം ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഏത് മതസ്ഥരായാലും അവരുടെ പ്രാർത്ഥനയിലൂടെ വിജയത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നു. താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്നു. അപ്പം പഠിച്ച കാര്യങ്ങളെയൊക്കെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഉള്ളിലൊരു ഈശ്വര ചൈതന്യം നമ്മളിൽ ഉണ്ടാകണം. ആ ഈശ്വര ചൈതന്യം പോലെയാണ് നമ്മൾ യോഗയിലൂടെ ആയാലും ധ്യാനത്തിലൂടെ ആയാലും എന്താണ് ശിവനുമായി ബന്ധപ്പെട്ട ആ ഈശ്വരൻ, ആ ഈശ്വരനാണ് യോഗീശ്വരൻ. ആ യോഗീശ്വരനെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ആരാധിച്ചു വരുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും പല കുടുംബക്ഷേത്രങ്ങളിലും യോഗീശ്വര സങ്കല്പവും ബ്രഹ്മരക്ഷസ സങ്കല്പവും മറുതാ സങ്കല്പവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മറുത എന്ന് പറഞ്ഞാൽ മറ്റൊരു തള്ള, മറ്റൊരു അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. ബ്രഹ്മരക്ഷസ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ രക്തം കുടിക്കുന്ന രക്ഷസാണോ? അല്ല. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രുദ്ര നാരായണ ബ്രഹ്മരക്ഷസാണ്. രുദ്രനും നാരായണനും ബ്രഹ്മനും ചേർന്ന് നമ്മളെ രക്ഷിക്കുന്ന
ഒരു മൂർത്തിമത് രൂപമാണ് ആ ബ്രഹ്മരക്ഷസ്. അതുപോലെ തന്നെയാണ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ വാരിത്തരാൻ ഇത്തരത്തിലുള്ള യോഗീശ്വരന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യോഗീശ്വരന്മാർ ശരിക്കു പറഞ്ഞാൽ ചിരഞ്ജീവികളെ പോലെയാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, സമാധിയാകുമ്പോൾ ആ സമാധി എങ്ങനെയാകുന്നു, അദ്ദേഹം എന്തായിരുന്നു, ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ളൊരു സംസ്കൃതി ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് എല്ലാവരും ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ വച്ച് സമാധിയായി ആ സമാധി അടയുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിന് മംഗളപൂർണമായി തീരുന്നതെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള സമാധിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ പലപ്പോഴും ഈ ഒരു സമാധി അടയുമ്പോൾ അതിനെ വാക്തർക്കങ്ങളിലൂടെ പലരും വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുപോലെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ അമ്മ എന്താണ്, അമ്മ അങ്ങനെയോ അങ്ങനെ അത് ശരിയായ ഒരു നടപടിയല്ല. കാര്യം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വരാതെ, മറ്റു മതസ്ഥർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈശ്വര ചൈതന്യമായിട്ടുള്ള ഒരു രൂപമായി തീരാൻ കഴിയുന്ന ആ യോഗീശ്വരന്മാരുടെ ആ ചരിത്രം പഠിക്കുമ്പോൾ, പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ചൈതന്യം മറ്റുള്ളവർക്കും വന്ന് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ജീവിതചര്യ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു നേരമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.